എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോൾക്ക് തീർത്ഥം നൽകി രക്ഷിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് യമദേവൻ വരുവാണ്. പിന്നീട് പരശുരാമനോട് പറഞ്ഞു, കൊടുക്കരുത്, ഒരു കാരണവശാലും അവിടുന്ന് തീർത്ഥം കൊടുക്കരുതെന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗിരിദേവൻ പറഞ്ഞു, അത് എന്തുകൊണ്ട് കൊടുത്തുകൂടാ, കാരണം ഇനിയുമുണ്ട് സമയം, ഉണ്ണിമോളുടെ സമയം അങ്ങ് അടുത്തിട്ടില്ല. കാരണം മൃത്യുവിന്റെ മൂന്നാം യാമം എത്തുന്നുള്ളൂ, ആ മൂന്നാം സന്ധ്യ എത്തുന്നോടെ വരെ സമയമുണ്ടെന്ന് പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ യമദേവൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, മൃത്യുവിന്റെ മൂന്നാം സന്ധ്യ എന്ന് പറഞ്ഞാല് അതുവരെ ജീവിച്ചിരിക്കാനായിട്ട് ഋഷിവരന്മാർക്കോ അങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്ത പുണ്യാത്മാക്കൾക്കോ മാത്രമേ പറ്റുള്ളൂ. അല്ലാത്ത സാധാരണക്കാരിയായ ഒരു ഭക്തയ്ക്ക് ഒരു കാരണവശാലും ആ മൃത്യുവിന്റെ മൂന്നാം യാമം വരെ ജീവിച്ചിരിക്കാനായിട്ട് സാധിക്കില്ല. അത് കുമാരന് അറിയാവുന്ന കാര്യമുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെനിക്കറിയാം, പക്ഷെ എങ്കില് എന്റെ ഭക്തിയാണ് അവളുടെ ആഗ്രഹം നിറവേറ്റാണ് എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. അവൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെങ്കില് അവൾക്ക് എന്റെ ആലയത്തിൽ വന്ന് എന്നെ തൊഴാനായിട്ടുള്ള ഭാഗ്യം കിട്ടണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങുന്നതിനോട് ഞാൻ ഈ തീർത്ഥം ആവശ്യപ്പെടുന്നത് പരശുരാമനോട് പറയാണ്. പിന്നീട് പരശുരാമനൊരു തീരുമാനം എടുക്കുകയാണ്, ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആയുസ് നീട്ടിക്കൊടുക്കുകയല്ല, ജീവൻ രക്ഷിക്കുകയല്ലേ ചെയ്യുന്നേ. ഗിരിദേവന്റെ ആഗ്രഹം നടക്കണം. ഗിരിദേവന്റെ ആഗ്രഹപ്രകാരം തന്റെ ഭക്തിയുടെ ജീവൻ നിലനിർത്തുക, തന്റെ ആലയത്തിൽ വരുന്നോടം വരെ. അങ്ങനെ അവസാനം പരശുരാമൻ എന്ത് ചെയ്യുവാണ്, ആ തീർത്ഥം കൊണ്ട് ഉണ്ണിമോളുടെ നാവിലേക്ക് ഇറ്റിച്ചു കൊടുക്കുക. അങ്ങനെ തീർത്ഥം നാവിലേക്ക് വീണതും ഉണ്ണിമോള് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും നോക്കുകയാണ്. ഉണ്ണിമോൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല താൻ വീണ്ടും കണ്ണു തുറന്നെന്നുള്ള കാര്യം. പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക രാധ ടീച്ചറും മാഷും ഒക്കെ, മാരാർ മാഷും വിഷമിച്ച് നിൽക്കുക. കാരണം ഇത്ര സമയം 10-11 മണിയായി രാത്രി സമയം, ഇതുവരെയായിട്ടും ഗിരിദേവന്റെ ഉണ്ണിമോളെ ആരെയും കണ്ടിട്ടില്ല. ചുറ്റും കുട്ടികളും ഉണ്ട്, അഭിജിത്തും നന്ദനെ ദിവ്യ എല്ലാവരും ഉണ്ട്. ആ സമയത്ത് മാരാർ മാഷ് ഇനിയിപ്പോ ഇവിടെ നിന്നുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. ഒരു കാര്യം ചെയ്യുക, ടീച്ചറായി കുട്ടികളെല്ലാം അവരുടെ അച്ഛനമ്മമാരെ കൊണ്ട് ഏൽപ്പിക്കുക. ഇനി ഇവിടെ നിന്നുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നത്, എല്ലാവരും ശബരിമലയ്ക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ടും കാര്യമില്ല, ഇനിയിപ്പോ മലയ്ക്ക് പോക്കുണ്ടാവും തോന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കും ഇവിടെ നന്ദനം പറഞ്ഞ്, അങ്ങ് നോക്കി ടീച്ചറെ, ഇത് കണ്ടോ ഉണ്ണിമോളെയും കൊണ്ട് ഗിരിദേവനും മാവയും വരുന്നുണ്ടോന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് വരുവാണ്. അവര് വന്നു കഴിഞ്ഞപ്പോ രാധ ടീച്ചർക്കും മാരാർ മാഷക്കും ഭയങ്കര സന്തോഷം. നിങ്ങൾ വന്നോ, എത്ര സമയം തരാൻ ഞങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അല്ല മീനാക്ഷിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ, മാരാർ മാഷി ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ശബരിമലയ്ക്ക് പോണം, എത്രയും പെട്ടെന്ന് തന്നെ പോണെന്ന് പറയണ. ഇത് കേട്ടപ്പം രാധ ടീച്ചർ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഇനി ഇപ്പൊ ഈ രാത്രി പറ്റുമോ, അത് മാത്രല്ല ഇനി രാവിലെ പോകാൻ പറ്റുള്ളൂ. ഗിരിദേവൻ പറഞ്ഞു, അത് പറ്റില്ല, നിർമ്മാല്യ ദർശനം കഴിഞ്ഞ ഉടനെ ശബരിമലയ്ക്ക് പുറപ്പെടണം, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയാണ്. പെട്ടെന്ന് രാധ ടീച്ചർ പറഞ്ഞു, അതിനിപ്പോ കുറെ സാധനങ്ങളൊക്കെ വേണ്ടേ, പൂജാ സാമഗ്രികളൊക്കെ വേണ്ടേ, ഈ പൂജ നടത്തണമെങ്കിലും കെട്ട് നിറയ്ക്കണമെങ്കിലും ഒക്കെ. അപ്പൊ അതിന് ഇനിയിപ്പൊ ഈ രാത്രിയിൽ എവിടെ പോവും, കാരണം ഇത്രയും സാധനങ്ങൾ മേടിക്കണം, ഇത്രയും കുട്ടികൾക്കും മീനാക്ഷിക്കുള്ള പൂജാ സാധനങ്ങളൊക്കെ മേടിക്കണം, എങ്കിൽ മാത്രമല്ലേ കെട്ട് നിറച്ച് പോകാൻ പറ്റുള്ളൂ. അത് കേട്ടപ്പോ മാരാർ മാഷ് പറഞ്ഞു, അത് പേടിക്കണ്ട, എനിക്ക് പരിചയമുള്ള 1-2 കടകളുണ്ട് പൂജാ സാധനങ്ങളൊക്കെ കിട്ടുന്നത്, അവിടുന്ന് ഞാൻ അവരെ കൊണ്ട് കട തുറപ്പിച്ച് അതിലെ സാധനങ്ങളെല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചോളാം, ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയാണ്. പിന്നീട് രാധ ടീച്ചർ പറഞ്ഞു, അതെ ഇനിയിപ്പം മീനാക്ഷി ഇവിടെ നിൽക്കണ്ട, എത്ര സമയം എന്നറിയാം മീനാക്ഷിയുടെ മുത്തശ്ശി കഴകപ്പുരയിൽ ഇങ്ങനെ കാത്തിരിക്കുന്നേ, അങ്ങോട്ടേക്ക് ചെല്ല, മീനാക്ഷിയുടെ മുത്തശ്ശിക്ക് സന്തോഷം ആവട്ടെ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ മാരാർ മാഷ് പറഞ്ഞു, ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ലോ, മീനാക്ഷി ജീവിതത്തിലേക്ക് തിരികെ എത്തിയില്ലെന്ന് ചോദിക്കുക. അത് കേട്ടതും ഉണ്ണിമോള് പറഞ്ഞു, ഇല്ല ഇപ്പൊ എനിക്ക് ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേങ്കില് ഞാൻ അധിക സമയമൊന്നും ജീവിച്ചിരിക്കില്ല, എന്റെ ആഗ്രഹം നിറവേറ്റാൻ മാത്രമാണ് എനിക്കിപ്പോ ജീവൻ തിരിച്ചിട്ടിരിക്കുന്നു പറയാ. ഇത് കേട്ടത് ഒരു നിമിഷം മാരാർ മാഷും രാധ ടീച്ചറും ഒക്കെ പരസ്പരം നോക്കുകയാണ്. ആ സമയം ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം, ഉണ്ണിമോൾക്ക് അയ്യപ്പസ്വാമിയുടെ ആലയത്തിൽ വന്ന് ഭഗവാനെ ദർശിക്കണം എന്നുള്ള അവസാനത്തെ ആഗ്രഹം, ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ണിമോളുടെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത് ഏത് നിമിഷം പോകുന്നതിന് മുമ്പ് തന്നെ ഉണ്ണിമോളുടെ ആഗ്രഹം സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ആഗ്രഹ നിവൃത്തിക്കായിട്ടാണ് ഉണ്ണിമോളുടെ ജീവൻ രക്ഷിച്ച് ഉണ്ണിമോൾ ഇങ്ങോട്ട് വന്നേക്കെന്ന് പറയണം. ഈ സമയം യമദേവൻ പരമശിവനെ കാണാനായിട്ട് ചെല്ലുകയാണ്. പിന്നീട് പരമശിവൻ യമദേവനോട് ചോദിച്ച്, എന്ത് പറ്റി, മുഖത്തൊരു സങ്കടഭാവം ഉണ്ടല്ലോ എന്ന് പറയണം. എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളാൻ പറയണേ. ഇത് കേട്ട് ഞാൻ പറഞ്ഞു, എന്റെ മുഖത്തെ സങ്കടഭാവത്തിന് കാരണം അദ്ദേഹത്തിന്റെ പുത്രനായ മണികണ്ഠകുമാരനാന്ന് പറയണം. അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കണം. മണികണ്ഠകുമാരന്റെ ഭക്തയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ കർമ്മത്തിന് വിഘ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുവാന്ന് പറയാണ്.
ഒരാളുടെ ആയുസ് തീർന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവൻ എടുക്കാന്ന് പറഞ്ഞാൽ എന്റെ അത് കർത്തവ്യമാണ്. എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ മണികണ്ഠകുമാരൻ എന്ത് ചെയ്യുക, ആ കർമ്മം നിർവഹിക്കാനായിട്ട് എന്നെ അനുവദിക്കുന്നില്ല. വീണ്ടും വീണ്ടും ആ ഭക്തയ്ക്ക് ആ ജീവൻ തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുക. എനിക്ക് അവരുടെ ആയുസ് എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പരമശിവൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ അവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയണം. അത് മാത്രമല്ല, മണികണ്ഠകുമാരന്റെ ആലയത്തിലേക്ക് ആ ഭക്ത പോണ സമയത്ത് ഒരു കാരണവശാലും മണികണ്ഠകുമാരൻ അവളെ പിന്തുടരാനായിട്ട് പാടില്ല. കാരണം സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കൂടെ കുമാരൻ പോവും. അതൊരു കാരണവശാലും പാടില്ലെന്ന് പരമശിവനോട് പറയണം. പരമശിവൻ പറഞ്ഞു, ഞാൻ അവനെ വരുത്തിയിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാം. ഈ സമയം കെട്ടുമുറുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എല്ലാരും ഉണ്ട് ക്ഷേത്രത്തില്. രാധ ടീച്ചറും മാരാർമാഷും കുട്ടികളും എല്ലാം എത്തിയിട്ടുണ്ട്. മുത്തശ്ശിക്കാണ് സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശി പറഞ്ഞു, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം ഉണ്ണിമോള് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉണ്ണിമോൾ അങ്ങനെ ആ ബോധം കെട്ട് പോയി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ഉണ്ണിമോളെ എനിക്ക് തിരിച്ചിനി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചേ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഗിരിദേവന് ഉണ്ണിമോളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഉണ്ണിമോളെ ഇങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ള കാര്യം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, എനിക്ക് ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും, പക്ഷെ ആയുസ് നീട്ടി കൊടുക്കാനായിട്ട് എനിക്കിനി സാധ്യമല്ലെന്ന് പറയാം. മുത്തശ്ശിക്കറിയാലോ, ഒരാളുടെ ആയുസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആയുസ് അതാ എത്തിക്കഴിയുമ്പത്തിന് യമദേവൻ വന്ന് കൊണ്ടുപോകും. അതിനെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് ആരാലും സാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഇതേ ഉണ്ണിമോളുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഭഗവാന്റെ കയ്യില ഇരിക്കണമെന്നൊക്കെ ഗിരിദേവൻ ഇങ്ങനെ പറയുവാണ്. അത് കേട്ടോ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമായി. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, എന്റെ മോള് അപ്പൊ രക്ഷപ്പെട്ടതല്ലേ, എന്റെ മോൾക്ക് ഇനി ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നാണോ ഗിരിദേവൻ പറയണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും വനമാലി പറഞ്ഞു, അതൊന്നും തീർത്ത് പറയാറായിട്ടില്ല മുത്തശ്ശി. പറഞ്ഞല്ലോ, ഗിരിദേവൻ പറഞ്ഞല്ലോ, അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ. മുത്തശ്ശി ഇനി പ്രാർത്ഥിക്കേണ്ടത് ഉണ്ണിമോളുടെ ആയുസ് നീട്ടിക്കിട്ടാനല്ല, അയ്യപ്പസ്വാമിയുടെ ആലയത്തിൽ ഉണ്ണിമോൾക്ക് എത്തിച്ചേരാണ്ട് സാധിക്കണം, അവിടെ എത്തിക്കണം, ഒരാപത്തും കൂടാതെ. അതിനു വേണ്ടിയിട്ടാണ് മുത്തശ്ശി ഇനി പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയണം. അപ്പോഴേക്കും ഗിരിദേവന് പരമശിവന്റെ വിളി വന്നു. പെട്ടെന്ന് അടുത്തുനിന്ന് വനമാലയോട് പറഞ്ഞു, ഇങ്ങോട്ട് വാ, എനിക്ക് വിളി വന്നിട്ടുണ്ട്, പിതാവിന്റെ വിളി വന്നിട്ടുണ്ടെന്ന് പറയാണ്, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് വനമാലിയെ അങ്ങോട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. പിന്നീട് വനമാലിയോട് പറഞ്ഞു, പിതാവിന്റെ വിളി വന്നു, മിക്കവാറും എനിക്കുള്ള എന്തൊരു ശാസനമായിട്ടായിരിക്കും, അറിയാലോ, ഒരു കാരണവശാലും ഉണ്ണിമോൾക്ക് രാവത്ത് സംഭവിക്കില്ല, അവൾക്ക് എന്റെ ആലയത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കണം. പിന്നീട് കുറെ കാര്യങ്ങളും കൂടെ സ്വകാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഗിരിദേവൻ പിതാവായ പരമശിവന്റെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ പ്രണാമമൊക്കെ പറഞ്ഞതിന് ശേഷം പരമശിവൻ ചോദിച്ചു, അല്ല മണികണ്ഠകുമാര, നീ എന്തുകൊണ്ടാണ് യമദേവന്റെ കർമ്മങ്ങൾക്കൊക്കെ വിഘ്നമായിട്ട് ഇടയ്ക്ക് നിൽക്കുന്നേ? നിന്റെ ഭക്തയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിച്ചപ്പോ ഗിരിദേവൻ പറഞ്ഞു, എന്റെ ഭക്തയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ മാത്രമാണ് പിതാവേ, ആയുസ് നീട്ടി കൊടുക്കാൻ ഞാൻ പറയണില്ല. പക്ഷെ അവളുടെ ഏറ്റവും ഒടുവിലത്തെ ആഗ്രഹം സാധിച്ചെനിക്ക് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരിക്കലും വിഘ്നം നിൽക്കുന്നില്ല. എനിക്കറിയാം ആയുസ് തീർന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പോയേ മതിയാവുള്ളൂ. പക്ഷെ ഇനി അവളുടെ ആയുസ് എത്താൻ വേണ്ടിയിട്ട് അവൾക്ക് ഇനി സന്ധ്യയുടെ 3-ാം യാമം വരെയുണ്ട്. പക്ഷെ അത്രത്തോളം ആയിട്ടില്ല. അതുകൊണ്ടാണ്. ഇത് കേട്ടതും യമദേവൻ പറഞ്ഞു, ഞാൻ കുമാരനോട് പറഞ്ഞിട്ടില്ലേ സന്ധ്യയുടെ 3-ാം യാമം വരെ അങ്ങനെ എല്ലാവർക്കും ജീവിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് കുമാരൻ ഇങ്ങനെ വാശി പിടിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെ, വാശി പിടിക്കണമല്ല, എനിക്ക് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. എന്റെ പരമഭക്തിയാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, അവളുടെ ആഗ്രഹം സാധിക്കുന്നതിന് മുമ്പ് സംഭവിച്ചു പോയാൽ പിന്നെ അതെനിക്ക് തീരാ വേദനയായിട്ട് മാറും. അതുകൊണ്ടാന്ന് പറയണ. അങ്ങനെ യമദേവനും മണികണ്ഠനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പരമശിവൻ പറഞ്ഞു, നിങ്ങളുടെ വാദപ്രതിവാദങ്ങളൊക്കെ കേട്ടു, ഞാനൊരു തീർപ്പ് കൽപ്പിക്കാനായിട്ട് പോവാന്ന് പറയാം. കുമാരന്റെ വാസസ്ഥലത്തേക്ക് ആ ഭക്ത വന്നോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഭക്ത ഇരുമുടിക്കെട്ടുമായിട്ട് പോണ സമയത്ത്, കുമാരന്റെ വാസസ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഒരു കാരണവശാലും കുമാരൻ അവളെ പിന്തുടരാനായിട്ട് പാടില്ല. കാരണം അങ്ങനെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ എന്റെ ശാസന നീ ധിക്കരിക്കുകയോ ചെയ്യുന്നതെന്ന് പറയാണ്. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മണികണ്ഠൻ. പിന്നീട് മണികണ്ഠൻ പറഞ്ഞു, അങ്ങനെ പിതാവായ അങ്ങയുടെ ശാസനം ഞാൻ അനുസരിക്കാൻ പോവാ, ഒരു കാരണവശാലും ഞാൻ അവളെ പിന്തുടരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഗിരിദേവൻ പോവാണ്. ഗിരിദേവന് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം ഗിരിദേവന് മനസ്സിലായി ഇനിയിപ്പൊ തനിക്ക് അവളെ അനുഗമിക്കാൻ സാധിക്കില്ലെന്ന്. അവളെ അനുഗമിച്ച് അവളെ അവിടെ എത്തിക്കാന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷെ ഇനിയിപ്പം അങ്ങനെ പുറകെ പോകാൻ പറ്റില്ലല്ലോ. ഈ സമയം കെട്ട് നിറയ്ക്കാനുള്ള ഗുരുസ്വാമിയൊക്കെ വന്നു. അങ്ങനെ കെട്ട് നിറയ്ക്കുവാണ്. ശബരിമലയ്ക്ക് പോകാനായിട്ടുള്ള എല്ലാവരും ശരണം വിളിച്ച് ഇങ്ങനെ ചുറ്റി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.